അപ്പൊ അതുപോലെ പറഞ്ഞ മാതിരി ജീവിതത്തിൽ ഒരുപാട് ഹോമിയോപ്പതിയുടെ ഭൂമധ്യരേഖയിലൂടെ നടന്ന ആളാണ് ഞാൻ. കാരണം ഹോമിയോപ്പതി എന്ന വാക്ക് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഒരു ബന്ധുവിൽ നിന്നാണ്. അദ്ദേഹം ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു. അദ്ദേഹം അത്തോളിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ഇപ്പോഴും അറിയാം, അത്തോളി ഹൈസ്കൂളിന്റെ അടുത്ത ഭാഗത്തെ ഡോക്ടർ പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പേര് നാട്ടുകാർക്കറിയാം, ഡോക്ടർ പത്മനാഭൻ. ആള് വിളിക്കുക ഹോമിയോപ്പതി എന്ന്. ഹോമിയോപ്പതി വരില്ല കേട്ടോ എന്ന്. കാരണം ഒരു ബുള്ളറ്റിൽ അദ്ദേഹം ആന്തസ്സിൽ കയറി വരുമ്പം അദ്ദേഹം MT വാസുദേവന്റെ ഭാഷയിൽ ചങ്ങലയഴിഞ്ഞ ചണ്ടമാരുതനെ പോലെയാണ് വരാൻ. പുത്തഞ്ചേരി എന്ന നാട്ടിൻപുറത്തേക്ക്. കൃഷ്ണ ഓർമ്മയുണ്ട് മാതാനത്ത് മനുഷ്യന്മാർക്ക് മനുഷ്യരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ഹോമിയോപ്പതി എന്നായിരുന്നു നാട്ടുകാരിട്ടത്. അലോപ്പതി എന്നൊരു ഡോക്ടർ ഇടാൻ പറ്റില്ല. ഒരു ആയുർവേദ കൊള്ളാമെന്നിപ്പം നമുക്ക് ഒരു വൈദ്യരെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഹോമിയോപ്പതി എന്ന വാക്കിന് പൊരുളും പുണ്യവും ഉണ്ടായത് ഞാൻ ആദ്യം കേട്ടത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ ഇപ്പം അന്നൊക്കെ എനിക്ക് തരുന്ന മരുന്ന് എന്താണെന്ന് എനിക്ക് രാസനിക് ആൽബം എന്ന് പറയും. എനിക്ക് എന്തിനു ശ്ലോകമോ എന്തൊന്നും അറിയില്ല, എനിക്ക് എന്നുണ്ടായിരുന്നു. ആർസനിക് ആൽബം എന്നൊക്കെ ഞാൻ കേട്ടതെന്നാണ്. പിന്നെ സൾഫ ഗുനൈഡിൻ എന്തുള്ള സൾഫറോ പിന്നെ അങ്ങനെയൊക്കെ മരുന്ന് തരുത്. എന്ത് രോഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിത് പേര് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കും ഞാൻ. ഇത് ഒറ്റ പ്രശ്നമേയുള്ളൂ ഹോമിയോപ്പതിക്ക്. ഇതിന് കൃത്യവും വൃത്തിയും പഥ്യവുമാണ്. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും പോലെ ഒരു ക്യാപ്സൂൾ വായിലിട്ടിട്ട് ഒരു പെഗ് കഴിക്കാൻ പറ്റില്ല. ഇത് നിഷ്ഠയും വൃത്തിയും ധ്യാനവും ഉണ്ടെങ്കിൽ ഈ മരുന്ന് മനസ്സിലും ഹൃദയത്തിലും ധമനിയിലും തൊടൂ എന്നെനിക്ക് എൻ്റെ ബാല്യകാലത്തിൽ മനസ്സിലായതാണ്. അങ്ങനെ ഒരിക്കൽ എൻ്റെ അച്ഛൻ ആയുർവേദ വൈദ്യനായിരുന്നു. ഘനചന്ദന ശുണ്ഠ്യം ഭൂപർപ്പടോ ക്ഷീരസാധിതം ശീതം തേഭ്യോഹിതം തോയം ഭജനം ജ്വരാപകം എന്ന് ആയുർവേദം പഠിച്ചിട്ട് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ പണിയല്ല. ഞാൻ ഓടിക്കണം, ഓടി രക്ഷപ്പെട്ടിട്ട്. കാരണം വൈദ്യം ഒരു രോഗിയൊക്കെ സംരക്ഷിക്കുന്ന, ഞാൻ മലയാളത്തിൽ ഒരുപാട് രോഗികളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. ഈ ധാങ്കണൊക്കെ ഝല്ലം ഝല്ലം ധലം അത് രോഗികളെയാണ്, ചലച്ചിത്ര രോഗികളെ അത് ചികിത്സിക്കാൻ എനിക്കറിയാം. മറിച്ച് ജലദോഷം ചികിത്സിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അത് അന്നേ മനസ്സിലാക്കിയ ഒരു അച്ഛൻ്റെ മകനെന്ന നിലയ്ക്ക് ഞാൻ ആയുർവേദത്തെ ഉപേക്ഷിച്ചു. തൊട്ട് നേരെ ചെന്നത് ഹോമിയോപ്പതിയിലാണ്. അതാണ് നമ്മുടെ സൾഫ നെക്സ് ഓമിക്ക അങ്ങനെയൊക്കെ മരുന്നില്ലേ, അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാടകം സംവിധാനം ചെയ്യാൻ, നാടകം എഴുതി സംവിധാനം ചെയ്യാൻ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് HSQലെ സ്റ്റുഡൻസിന്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ ഭീകരമായ മരുന്നിന്റെ പേര് കേൾക്കുന്നത്. മരുന്നൊന്നും ഒരുപാട് വേദനയാണ്, ഒരുപാട് സങ്കടമാണ്, ഒരുപാട് പ്രാർത്ഥനയാണ്, മോക്ഷമാണ്. എല്ലാ അപ്പോത്തിക്കരിമാരും രോഗം വന്നാണ് മരിക്കുന്നത്. ഈ മരുന്നെല്ലാം കൊടുക്കുന്ന ആള് ചരകൻ മരിച്ചല്ലോ, ചരക സംഹിത ഉണ്ടാക്കിയാണ് മരിച്ചു. സുശ്രുതൻ മരിച്ചു. ഹോമിയോപ്പതി കണ്ടുപിടിച്ച സഹോദരൻ അദ്ദേഹവും ഇല്ല. ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചാണ്. അപ്പൊ മരണം നിത്യ സത്യമാണ്. മരണത്തിലേക്കുള്ള പാലങ്ങൾ എല്ലാ ഇപ്പൊ നമ്മൾ ടോള് പിരിക്കുന്ന മാതിരിയാണ്. ഏത് പാലത്തിൽ ഒരു ദ്വീപിലേക്ക് ഒരു കവാടം തുറക്കും പോലെയാണ്. ഇപ്പൊ നമ്മൾ പാലക്കാടേക്ക് പോകാൻ വെച്ചാലും ഇവിടെ അടുത്ത് ഇപ്പൊ ഒരു ടോള് പിരിക്കുന്ന സ്ഥലമുണ്ട് നമ്മുടെ, അവിടെയും ഒരു കവാടം 2 റുപ്യ കൊടുക്കണേ. ഞാൻ മുനീറിനോട് ചോദിച്ചു എന്തിനാണോ അത് ചെയ്യുന്നത്? 2 റുപ്യ കൊടുക്കുക എന്നിട്ട് ഫറോക്കിലേക്ക് പോകാനേ.
നടന്നു പോയാൽ മതി, ഒന്നും കൊടുക്കണ്ട. അല്ലെങ്കിൽ സൈക്കിളിന് പോയാൽ, ഞാനൊക്കെ സൈക്കിളിന് പോയിട്ടുണ്ട്. സൈക്കിളിന് എല്ലാം കൂടി പോയി വരുമ്പോഴേക്ക് 1,000 ഉറുപ്പികയാവും. ടോള് കൊടുക്കണം. ടോള് കൊടുക്കണമെങ്കിൽ അവന് യന്ത്രവാഹനം വേണം. അതിന് RTOക്ക് പൈസ കൊടുക്കണം. അതിന് RC വേണം. അതിന് ഇൻഷുറൻസ് എടുക്കണം. എന്താണ് ഇൻഷുറൻസ്? ഏത് വൈദ്യശാസ്ത്രത്തിനാണ് ആരാണ് ഇൻഷൂർ ചെയ്യപ്പെടുന്നത്? ധൈര്യമുണ്ടോ ആർക്കെങ്കിലും പറയാനില്ല. അത് ഈശ്വരന്റെ തീരുമാനമാണ്. ഈശ്വരൻ തീരുമാനിക്കുകയാണ്. ഈശ്വരൻ മൂർധാവിൽ ഉമ്മ വയ്ക്കുമ്പോൾ മാത്രമേ മരണത്തിന് മനുഷ്യന് മോചനമാകൂ. അപ്പം ഞാൻ എൻ്റെ ചുണ്ടിൽ അനുഭവിച്ച, എന്നെ എൻ്റെ മരണത്തിൽ നിന്ന് മോചിപ്പിച്ച 2 തുള്ളി മരുന്നിനെ കുറിച്ച് ഞാൻ നോക്കി നിങ്ങളോട് പാടാം എന്ന് തോന്നുന്നു. വെറുതെ ഇപ്പം കുറിച്ചാണ്. അതിലൊരു വലിയ കവിതയും സാഹിത്യം ഒന്നുമില്ല. ഞാൻ പാടുന്ന ആളല്ല, പാട്ട് എഴുതുന്ന ആളാണ്. ഒരു തുള്ളി മരുന്നിനാലെന്റെ മരണത്തെ ഉജ്ജ്വലിപ്പിച്ച കൈവല്യമേ, ഒരു തുള്ളി മരുന്നിനാലെന്റെ മരണത്തെ ഉജ്ജ്വലിപ്പിച്ച കൈവല്യമേ, നീ എന്റെ ബാല്യത്തിന്റെ കണ്ണീർ പളുങ്കിൽ ഒരമ്മ തന്നമ്മ പാലുപോൽ നീ ചുണ്ടിൽ ഇറ്റിട്ടവേ. ഒരിടവ മഴയുടെ മധുരോദാരമാകും അമൃതായി, ഒരിടവ മഴയുടെ മധുരോദാരമാകും അമൃതായി അന്നെന്നെ നീ സംരക്ഷിച്ചു. മറക്കില്ല ഞാനീ മന്ത്രമാധുര്യത്തിന്റെ പനിനീർത്തുള്ളി, മറക്കില്ല ഞാനീ മന്ത്രമാധുര്യത്തിന്റെ പനിനീർത്തുള്ളി. പ്രണവത്തെ പ്രാണസങ്കടത്തിന്റെ തീർത്ഥത്തെ, ആയുസ്സിനെ കാക്കും അമൃത സഞ്ജീവനിയെ, നന്ദി നന്ദി നമോ വാദം, നന്ദി നമോ. ഈയിടെ ഏത് സദസ്സിനെ അഭിമുഖീകരിച്ചാലും സദസ്സിനെ നമിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങാറ്. നിങ്ങളെയും നമിച്ചുകൊണ്ട് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രണമിക്കുക എന്നോ വണങ്ങുക എന്നോ പറയാതെ നമിക്കുക എന്ന് തന്നെ പറയാൻ പ്രത്യേക കാരണമുണ്ട്. നമിക്കുക എന്നാൽ പ്രണമിക്കുക, വണങ്ങുക എന്നൊക്കെയാണല്ലോ അർത്ഥം. ആ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇവിടെ അവസാനം ആലപിക്കപ്പെട്ട സുന്ദരമായ വരികളില് നിങ്ങൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തെ കുറിച്ച് പരാമർശമുണ്ടല്ലോ. രോഗം ഇല്ലായ്മ ചെയ്യാനും ജീവനെ നിലനിർത്താനും ഒക്കെയുള്ള ഉദാത്തമായ പ്രക്രിയയിൽ വ്യാപരിക്കുന്ന നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം നമിക്കുന്നു. ആ അർത്ഥത്തിൽ നമിക്കുക എന്നതിന് വേറൊരർത്ഥം കൂടിയുണ്ട് എന്ന് വിനയപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. പലർക്കും അറിയാമായിരിക്കാം. നമിക്കുക എന്ന ക്രിയയുടെ ധാതു നമ എന്ന 2 അക്ഷരമാണ്. അതിലെ ന എന്ന ശബ്ദത്തിന് ഇല്ല, അല്ല എന്നൊക്കെയാണ് അർത്ഥം. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ. ന എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ല എന്നാണ് അർത്ഥം. മ എന്ന ശബ്ദത്തിന് ഞാൻ എന്നാണ് അർത്ഥം. അപ്പൊ നമ എന്ന് കൂട്ടി വായിക്കുമ്പോ ഞാൻ ഇല്ല എന്നാണ് അർത്ഥം. അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോ ഞാൻ എന്ന ഭാവം എനിക്കില്ല, അങ്ങനെ ഒരു ഭാവത്തോടു കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം, ഞങ്ങളൊക്കെ ഈ ഹോമിയോ ഡോക്ടർമാരാണ്,
ഗവൺമെന്റ് ഹോമിയോ ഡോക്ടർമാരാണ്, ഇദ്ദേഹം അതല്ല, അതുകൊണ്ട് ഞങ്ങൾ വേറെയല്ലേ എന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നുന്നില്ല. നാം എന്ന ചിന്തയല്ലാതെ ഞാൻ നിങ്ങൾ എന്ന ചിന്ത എന്നെ സ്വാധീനിക്കുന്നില്ല. മാത്രമല്ല, ഞാൻ ഒന്നുമല്ല എന്ന അറിവ് എന്നെ വിനീതനാക്കുന്നു. ആ ബോധത്തോടു കൂടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്.